ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു ചീരവർഗ്ഗത്തിൽപ്പെട്ട വെറൈറ്റി ആയിട്ടുള്ള ഒരു സസ്യത്തെക്കുറിച്ചാണ്. ഇത് അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അറിയണമെന്നില്ല. സാധാരണയായി ചീരകളുടെ രാജാവായ ചായാമെൻസ എന്ന പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. പപ്പായയുടെയും മരച്ചീനയുടെയും ഒക്കെ ഇലയായിട്ട് നല്ല സാദൃശ്യം തോന്നുന്ന ഇലയാണ് ഇവയുടേത്. എല്ലാ ഇലക്കറികളുടേതുപോലെ തന്നെ ഇവയുടെയും ഇലയാണ് സാധാരണ നമ്മൾ വറവാക്കാനും അതായത് തോരൻ അവയൊക്കെ ആക്കാൻ ഉപയോഗിക്കുന്നത്. പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഇവ അത്യാവശ്യം നട്ട് വളർത്തുന്നുണ്ട്. ഒരു 2 വർഷം മുന്നേ വരെ എനിക്കും ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊരു അറിവുണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. എൻ്റെ വീട്ടുപറമ്പത്തും ഇത് അത്യാവശ്യം ഇപ്പോൾ ഉണ്ട്. ചീരയും മുരിങ്ങയിലയൊക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഇലക്കറി കൂടെ തന്നെയാണ് ഇവ. അതുമാത്രമല്ല, ഇതിന് ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട്. ഈ ഇലക്കറികൾ ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെരിക്കോസ് വെയിനുള്ളവർക്കും പ്രമേഹമുള്ളവർക്കുമൊക്കെ ഇതൊരു ഔഷധ സസ്യം കൂടിയാണ്. കൂടാതെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ഓർമ്മശക്തി കൂട്ടാനും കുട്ടികളുടെ വളർച്ചയ്ക്കുമൊക്കെ ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസുമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ കാൽസ്യം, സിങ്ക് തുടങ്ങിയവ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലുകളുടെ തേയ്മാനം, പല്ല് പൊടിയുന്ന തുടങ്ങിയ അസുഖമുള്ളവർക്കൊക്കെ ഇവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ കാൽസ്യമൊക്കെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഗർഭിണികൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ഇലക്കറികൾ കൂടി തന്നെയാണ് ഇവ. ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും എല്ലാവരും ഭക്ഷണത്തിൽ എന്തായാലും ഉൾപ്പെടുത്തേണ്ട ഒരു ഔഷധ സസ്യം കൂടി തന്നെയാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട ഒന്നാണ്. ഈ ചെടിയിൽ ഒരു രഹസ്യം കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. ഇതിൽ ഹൈഡ്രോസൈനിക് ഗ്ലൂക്കോസൈഡ് എന്ന ഒരു കെമിക്കൽ അഥവാ കട്ട് ഈ ചെടികളുടെ ഇലയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവ പാചകം ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പാചകം ചെയ്യുന്ന ടൈമിൽ ഇവ സ്റ്റീൽ പാത്രത്തിലോ അലൂമിനിയം പാത്രത്തിലോ പാചകം ചെയ്യാതെ മൺപാത്രങ്ങളിൽ പാചകം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ ഇവ പാചകം ചെയ്യുമ്പോൾ പാത്രങ്ങൾ അടച്ചു വെക്കാതെ തുറന്ന് വെച്ച് മാക്സിമം പാചകം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് തുറന്ന് വെച്ച് പാചകം ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കെമിക്കൽ നിർവീര്യമാവുന്നതായിട്ട് സാധാരണ കാണപ്പെടുന്നുണ്ട്. ഇവ വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു ദോഷം ചെയ്യുന്നതില്ല. മാത്രവുമല്ല, ശരീരത്തിന് അത്രയധികം നല്ലൊരു പോഷക സമൃദ്ധമായിട്ടുള്ള ഇലക്കറികൾ കൂടിയാണ് ഇവ. പലർക്കും ഒരു തെറ്റായ ധാരണയുണ്ട്, ഇതിൽ ഒരുപാട് വിഷാംശങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് ശരീരത്തിന് എന്തെങ്കിലും ദോഷമുണ്ടാവുമോ എന്ന് കരുതിയിട്ടാണ് പലരും ഇവ ഇന്ന് ഉപയോഗിക്കാത്തത്. ഇവ പാചകം ചെയ്യുമ്പോൾ ഒരു 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ പാചകം ചെയ്താൽ നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു ദോഷം തന്നെ ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ പൊക്കക്കുറവുള്ള കുട്ടികൾക്കൊക്കെ ഇവ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. ഇവയുടെ ജന്മദേശം ഏതായാലും നമ്മുടെ നാടല്ല, അങ്ങ് മെക്സിക്കോയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്നിട്ടുള്ള ഒരു ചെറിയൊരു അതിഥി കൂടിയാണിവ. അപ്പോൾ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഈ ചെടികൾ നമ്മുടെ പറമ്പത്തൊക്കെ കാണുന്ന ടൈമിൽ അവ ഉപേക്ഷിച്ച് കളയാതെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.